ഒരു വിദേശ വാർത്തയിലേക്കാണ്. റഫേൽ നിന്ന് പലായനം തുടരുന്നു. ഒഴിഞ്ഞുപോകാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പിൽ വീണ്ടും 10,000-ഓളം പേർ പലായനം ചെയ്തു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ദുരിതത്തിലാണ്. ഒഴിഞ്ഞുപോകാനുള്ള ഇസ്രായേലിന്റെ മുന്നറിയിപ്പിൽ റാഫേൽ നിന്ന് ഇതുവരെ 1.5 ലക്ഷത്തിലധികം പേരാണ് പലായനം ചെയ്തത്. ആക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ മുന്നോടിയായാണ് റാഫയുടെ കിഴക്കു മുതൽ വടക്കു വരെയുള്ള മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയത്. വീണ്ടും മുന്നറിയിപ്പ് എത്തിയതോടെ 3 ലക്ഷം പേരാണ് ദുരിതമനുഭവിക്കുന്നത്. ഗാസയിലെ മാവാസി എന്ന മേഖലയിലേക്ക് മാറണമെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടത്. എന്നാൽ മാവാസി മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാണിക്കുന്നത്. റാഫയുടെ 1/3 ഭാഗവും ഇസ്രായേൽ സൈന്യം ഇതിനോടകം ഒഴിപ്പിച്ചു. ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം തിങ്കളാഴ്ച മുതൽ 1,50,000 പേരാണ് റാഫയിൽ നിന്ന് പലായനം ചെയ്തത്. അതേസമയം ഇസ്രായേലിന് ആണവ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. രാജ്യത്തിന് ഭീഷണിയാകുന്ന നടപടിയെടുത്താൽ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ പരാമർശം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.